മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാതൃഭൂമിയിൽ വന്ന വാർത്ത 2016 നവംബർ മാസം 6 തീയതി ഞായറാഴ്ചത്തെ പത്രം. ഇന്നലത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്. രണ്ടും ഒരുമിച്ച് വായിക്കാം, വേറെ വേറെ വായിക്കുന്നതിനേക്കാളും നല്ലത്. ധാരാളം മുസ്ലിം യുവാക്കൾ എനിക്ക് യൂട്യൂബിൽ കമന്റ് പറഞ്ഞ് എഴുതാറുണ്ട്. അവരവരെ വളർത്തിയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലോ അവരവരുടെ സംസ്കാരത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിലോ മിക്കവാറും പച്ച തെറി പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബിൽ കമന്റ് എഴുതാറുള്ളത്. അവരുടെ വായിലൂടെയും കയ്യിലൂടെയും വരുന്ന വിസർജ്യം എൻ്റെ പാത്രത്തിൽ, എൻ്റെ യൂട്യൂബ് പാത്രത്തിൽ വേണ്ട എന്ന്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പാത്രത്തിൽ വേണ്ട എന്ന് ഉറപ്പിച്ച് അറിയാവുന്നത് കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാറുണ്ട്, ബ്ലോക്ക് ചെയ്യാറുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത് ഈ സക്കീർ നായിക്കിൻ്റെ വേദത്തിൻ്റെ പരമകാഷ്ഠയിലുള്ള അറിവിനെ കുറിച്ച് ന്യായീകരിച്ചുകൊണ്ടും സക്കീർ നായിക്ക് ഉപനിഷത്തുക്കളും വേദങ്ങളും വ്യാഖ്യാനിച്ച് വേദങ്ങളിലെ പ്രവാചകനുണ്ട്, വേദങ്ങളിലെ പ്രവാചകൻ കൽക്കി എന്ന് പറയുന്നത് പ്രവാചകനാണ്, ഭവിഷ്യപുരാണത്തിൽ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും പേര് പോലും മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത വ്യക്തി, ആ വാക്ക് പോലും പറയാൻ അറിയാത്ത വ്യക്തി, കൊങ്ങിണി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജാതിയിൽ ജനിച്ച് നായിക്ക്, മല്ലൻ, കമത്ത്, റാവു, ഭട്ട് എന്നുള്ളതെല്ലാം ഗോവ ബ്രാഹ്മിൻസിന്റെ പേരാണ്, ഗോവയിലുള്ള ബ്രാഹ്മിൻസിന്റെ. അപ്പൊ നായിക്കും അതിൽ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. അതിൽ നിന്ന് മതം മാറി സക്കീർ നായിക്കായി ലോകമെമ്പാടും ചെന്ന് ഈ ഹിന്ദുക്കളെ മതം മാറ്റുകയും നമ്മുടെ വേദത്തിനെ കുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പല പല പ്രസംഗങ്ങൾ നടത്തുകയും പീസ് TV നടത്തുകയും ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ നടത്തുകയും എല്ലാം ചെയ്യുന്ന ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് നേരിട്ട് വെല്ലുവിളിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പച്ച തെറിയുടെ സംസ്കാരമുള്ള യുവാക്കളെ പോലെയുള്ളവര് എനിക്ക് യൂട്യൂബ് കമന്റും ഇമെയിലും അയക്കാറുള്ളത്. ഞാൻ അവരോട് എല്ലാവരോടും പറയാറുള്ളത് ഒന്ന് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ വാദിക്കലും ജയിക്കലും ഒന്നും എൻ്റെ ജോലിയല്ല, അറിയലും അറിയിക്കലും മാത്രമാണ്. ആരെല്ലാം വാദിക്കാൻ വന്നാലും അവരുമായിട്ട് വാദിച്ചിട്ട് അവരെ വെള്ളം കുടിപ്പിക്കലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള വെള്ളം എത്തിച്ചു കൊടുക്കലോ ഒന്നും എൻ്റെ ജോലിയല്ല. യുക്തിവാദികളായിട്ടായാലും നിരീശ്വരവാദികളായിട്ടായാലും രാഷ്ട്രീയക്കാരായിട്ടായാലും TV ചാനലുകളിൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, സാറിന് വന്ന് കമന്റ് പറയാൻ സാധിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, സ്വതന്ത്രമായിട്ട് കമന്റ് പറയാൻ എത്ര മിനിറ്റ് എനിക്ക് തരും എന്നറിഞ്ഞിട്ട് ഞാൻ വരാം. നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് 5 മിനിറ്റും നിങ്ങളുടെ വീക്ഷണം പറയാത്തവർക്ക് അര സെക്കൻഡും അര മിനിറ്റും നൽകുന്ന, നിങ്ങളും ഈ ആങ്കർ ചെയ്യുന്ന വ്യക്തിക്കും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുന്ന പരിപാടിക്ക് ഞാനില്ല. ജനം TV-യിൽ എന്നെ ഇതേപോലെ വിളിച്ചിരുന്നു 2 ആഴ്ച മുമ്പ്. രാധാകൃഷ്ണൻ ജി എന്ന രാധാകൃഷ്ണനാണ് വിളിച്ചത്. ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഞാൻ പറഞ്ഞതിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും ഒക്കെ വരുത്തിയിട്ട് തന്നെത്താനെ ടെലികാസ്റ്റ് ചെയ്യാനാണ് എങ്കിൽ ഞാൻ ഉണ്ടാവില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാതെ ടെലികാസ്റ്റ് ചെയ്യുമെങ്കിൽ ഞാൻ ഇന്റർവ്യൂവിന് വരാം, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. TV-യിൽ മുഖം കാണിക്കൽ എൻ്റെ ജോലിയല്ല. ധന്യമായിട്ട് ജനം TV-യിൽ ഭഗവത്ഗീതയെക്കുറിച്ച് പറയാറുണ്ട്. അത് കേട്ടവ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും അത് നല്ല രീതിയിൽ പ്രതികരിക്കാറുണ്ട്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഭഗവത്ഗീത പറയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സക്കീർ നായിക്കിനെ പോലെയുള്ളവരുമായിട്ട് വെല്ലുവിളിക്കാനോ അയാളെ തോൽപ്പിക്കാനോ അയാളെ ജയിക്കാനോ എന്നിട്ട് അയാളുമായിട്ട് സംവാദം നടത്തുന്നത് ഈ മുസ്ലിങ്ങൾ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞതിനെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി അയാൾ പറഞ്ഞത് മാത്രം എടുത്ത് അപ്ലോഡ് ചെയ്ത്
ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ സക്കീർ നായിക്കിനെ അഭിനന്ദിച്ചു. ഗോപാലകൃഷ്ണൻ സക്കീർ നായിക്കിനെ സ്തുതിച്ചു. ഗോപാലകൃഷ്ണന്റെ പരാജയം നോക്കുക എന്നൊക്കെ ടൈറ്റിലും വെച്ച് ഈ ബിസിനസ് നടത്തുന്ന യൂട്യൂബിന്റെ സിസ്റ്റത്തിലൂടെ പോയിട്ട് എനിക്കൊന്നും നേടാനില്ല എന്ന് ഞാൻ അവരോട് അന്നും ഇന്നും എന്നും പറയാറുണ്ട്. ആ മഹാനായ വിജ്ഞാനിയായ പണ്ഡിതനായ വേദപണ്ഡിതൻ എന്നിവർ പറയുന്ന സക്കീർ നായിക്ക് മുസ്ലിങ്ങളെ നമ്പൂതിരിയുടെ വേഷം കെട്ടിച്ച് അവരോട് മുസ്ലിങ്ങളായ നമ്പൂതിരി വേഷധാരികളെയോട് വേദത്തെക്കുറിച്ച് ചോദിച്ച് ഒരു തരം ചവിട്ട് നാടകം പോലെ 2-3 ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോ ആ മുസ്ലിമായ നമ്പൂതിരി വേഷധാരി ഈ പറയുന്നു, ഞാൻ മതം മാറാൻ തയ്യാറാണ്, എന്നെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോകണം, ഇപ്പോഴാണ് എനിക്ക് വേദത്തിന്റെ അർത്ഥം മനസ്സിലായത് എന്ന് പറയിപ്പിച്ച് മതം മാറ്റുന്ന സീനൊക്കെ പീസ് TV ചാനലിലുണ്ട്. അത്ഭുതകരമായ വസ്തുത, സക്കീർ നായിക്കിൽ നിന്നാണ് വേദത്തിന്റെ അർത്ഥം മനസ്സിലായത് എങ്കിൽ ഇപ്പൊ വേദത്തോടല്ലേ ബഹുമാനം തോന്നേണ്ടത്? ഇപ്പൊ വേദത്തിലല്ലേ കൂടുതൽ ഉറച്ചു നിലനിൽക്കേണ്ടത് എന്നുള്ളതല്ല, വേദം ഉപേക്ഷിച്ച് വിദേശത്തുള്ള ഒരു പുസ്തകത്തിലേക്ക് നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്ന അതിലേക്ക് എങ്ങനെയാ താല്പര്യം വരിക? എന്റെ പൈതൃകത്തെക്കുറിച്ച് ആരായാലും നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ പൈതൃകത്തോടല്ലേ അഭിമാനം തോന്നേണ്ടത്? പറഞ്ഞു തന്ന ആളോട് ബഹുമാനവും. പിന്നെ ഇതെല്ലാം ഉപേക്ഷിച്ച് പറഞ്ഞു തന്ന ആളുടെ വഴിയിലേക്ക് പോകണമെന്ന് പറയുന്നത് ഏത് ലോജിക്കാണെന്ന് അറിഞ്ഞൂടാ. ഏതായാലും സക്കീർ നായിക്കിനെ കുറിച്ച് ഇന്നലത്തെ മാതൃഭൂമിയിൽ ഒരു നല്ല വാർത്ത. സക്കീർ നായിക്കിന്റെ സംഘടന, 2 സംഘടനകളും TV ചാനലും ഉണ്ട്, മുൻകൂർ അനുമതി പട്ടികയിൽ പെടുത്തിയിരിക്കുന്നു. ന്യൂഡൽഹിയിലാണ്. ഇസ്ലാമിക പ്രഭാഷകൻ സക്കീർ നായിക്കിന്റെ സംഘടനയായ IRF എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനെ കേന്ദ്രം മുൻകൂർ അനുമതി പട്ടികയിൽപ്പെടുത്തി. ഇതോടെ സംഘടനയ്ക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാകും. ഈ സംഘടന 2010 ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലെ വ്യവസ്ഥകളെ ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു. യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സംഘടന പ്രോത്സാഹിപ്പിക്കുന്നതായും കണ്ടെത്തിയിരുന്നു. നായിക്കിന്റെ തന്നെ മറ്റൊരു സംഘടനയായ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ FCRI അംഗീകാരം രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സർക്കാർ ശ്രമം തുടരുന്നതിനിടെയാണ് പുതിയ നടപടി. അന്വേഷണം നടക്കുന്നതിനിടെ സെപ്റ്റംബറിൽ IRFന്റെ അംഗീകാരം പുതുക്കിയതിന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഒരു ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ പ്രസംഗങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ച നായിക്കിനെതിരെ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. നായിക്ക് ഇപ്പോൾ വിദേശത്താണ്. ഇത് ജസ്റ്റ് ഞാനൊരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ മാതൃഭൂമിയിൽ വന്നത് വായിച്ചു എന്ന് മാത്രം. ഇനി അതിനോടടുത്ത് വേറൊരു വാർത്തയും കൂടിയുണ്ട്. 22 മലയാളികൾ ISൽ ചേർന്നതായി സുബ്ഹാനിയുടെ വെളിപ്പെടുത്തൽ. 60-ലധികം ഇന്ത്യക്കാര്. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇങ്ങനെ ISൽ ചേരുന്നത് എന്ന് സ്വയം ചിന്തിക്കുക. ഭീകര സംഘടനയായ ISൽ 60-ലധികം ഇന്ത്യക്കാർ ചേർന്നിട്ടുണ്ടെന്ന് NIAയുടെ പിടിയിലായ മലയാളി സുബ്ഹാനി ഹാജ മൊയ്തീന്റെ വെളിപ്പെടുത്തൽ. ഇതിൽ 22 പേർ മലയാളികളാണ്. ഇവർ അഫ്ഗാനിസ്ഥാനിൽ ISനു വേണ്ടി പോരാടുകയാണെന്നും സുബ്ഹാനി അന്വേഷണ സംഘത്തിനോട് പറഞ്ഞതായി സൂചന. സിറിയയിലെ റാഖയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഭീകരർ കൂടിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള പൗരർ എന്നല്ല പ്രയോഗം, ഭീകരർ എന്ന് തന്നെയാണ് മാതൃഭൂമി ഉപയോഗിച്ചിരിക്കുന്നത്. സുബ്ഹാനിയുടെ വെളിപ്പെടുത്തൽ സത്യമാണോ എന്നറിയാൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 7000 മുതൽ 10000 വരെ ഭീകരർ റാഖയിലുണ്ടെന്നാണ് സുബ്ഹാനി പറയുന്നത്. ISന് ഒപ്പമുണ്ടായിരുന്ന സമയം ദിവസം 2 നേരമായിരുന്നു ഭക്ഷണം. പകൽ 10 മണിക്ക് പ്രഭാത ഭക്ഷണം, പിന്നീട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഭക്ഷണം. ഉമർ ഇബ്നു ഖാദി ബൽഖ എന്ന ഗ്രൂപ്പിലായിരുന്നു താൻ ഉണ്ടായിരുന്നതെന്നും സുബ്ഹാനി പറയുന്നു.
ഫ്രഞ്ചുകാരനായ അബൂ സുലൈമാൻ അൽ ഫ്രാൻസിസ് എന്നയാളുമായിട്ട് ഇതിന്റെ നേതാവ് അയാളാണ്. AK-47 റൈഫിൾ, ഗ്രനേഡുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു. ആയുധങ്ങൾ കൂട്ടിയോജിപ്പിക്കാനുള്ള പരിശീലനവും നൽകി കഴിഞ്ഞ മാസമാണ് സുബ്ഹാനിയെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ NIA അറസ്റ്റ് ചെയ്തത്. ഇത് ഒരു വാർത്ത അറിയണം. നമ്മുടെ നാട്ടിനകത്തുള്ളവര് നാട്ടിനകത്തും പുറത്തും എന്തെല്ലാമാണ് ചെയ്യുന്നത്. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും രാഷ്ട്രത്തിനെതിരെ, നമ്മുടെ സുരക്ഷയ്ക്കെതിരെ അകത്തും പുറത്തും നിന്ന് പ്രവർത്തിക്കുന്നവരുടെ ആ പ്രവർത്തന രീതികളും രാഷ്ട്രസ്നേഹവും നമുക്ക് ഇതുപോലെയുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.